8.22 കോടിയുടെ ധാരണാപത്രം ഒപ്പിടുന്നു. 7.04 കോടിയുടെ ചെലവ് എന്ന് പറഞ്ഞിട്ട് ബില്ല് കൊടുക്കുന്നു. ഞങ്ങൾ 5 തരൂ എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീ വിനു പറഞ്ഞതുപോലെ ആർഭാടമായിട്ട് കല്യാണം നടത്തിയിട്ട് ഓഡിറ്റോറിയത്തിന്റെയും സദ്യയുടേതും പൂ കൊടുത്ത ആൾക്കാരോടൊക്കെ ചെന്നിട്ട് ചേട്ടാ ഒന്ന് റേറ്റ് കുറയ്ക്കെന്ന് പറയുന്നത് പോലെ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കാൻ കഴിയുമോ? നമ്മൾ ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിൽ ശോഭന ചായ കുടിച്ചിട്ട് അതിനുശേഷം മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇതിന്റെ പൈസ വേറെ, അത് ഞാൻ തരൂല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് ഒരു ബില്ല് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരോട് പോയി പറയാൻ കഴിയുമോ? എങ്ങനെയാ അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തി പബ്ലിക്കായിട്ട് ഞങ്ങൾ ഒപ്പിട്ട ധാരണാപത്രത്തിന് വിരുദ്ധമായി ഞങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്? വലിയ തുകയ്ക്ക് ധാരണാപത്രം ഒപ്പിട്ടിട്ട് 5 കോടി മാത്രമേ തരൂ എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയോട് പറഞ്ഞത്? എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ചോദിക്കുന്ന സമയത്തോ രേഖാമൂലമാണോ? അല്ല. അതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന്? അതെങ്ങനെ പറയുന്നേ? എന്റെ വീട്ടിൽ നാളെ ഫ്യൂസ് വരും, നാളെ ബില്ല് അടച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചങ്ങ് പറഞ്ഞാൽ മതിയോ? ചേട്ടാ മറ്റേന്നാൾ ഞാൻ അടയ്ക്കും എന്നങ്ങ് പറഞ്ഞാൽ മതിയോ? അപ്പൊ ഇവരെങ്ങനെ കേൾക്കൂ? അങ്ങനെയാണോ ഇവർ ചെയ്യുന്നത്? ഞാനിപ്പോൾ ശ്രീ ജയകുമാറിനെ വിളിച്ചിട്ട് നാളെ ഒരു പടിപൂജ അങ്ങ് നടത്തിയൊരു പൈസ ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പറഞ്ഞിട്ട് ഈ പടിപൂജ അങ്ങ് നടത്തുമോ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇടനിലയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സംവിധാനം എല്ലാം നേരെ ചൊവ്വേ പോയി. ഇപ്പൊ അതിൽ പല ആൾക്കാരും ജയിലിൽ പോയി, അതിനുശേഷം ജാമ്യം എടുത്ത് പുറത്തു വന്നു. സത്യം പറഞ്ഞാൽ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന്, ജനറൽ ഫണ്ടിൽ നിന്ന് മാറ്റിയ 5 കോടി രൂപയിൽ ബാക്കിയുള്ള 2 കോടി രൂപ എന്തുകൊണ്ട് ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിനെ പറ്റി പോലും അദ്ദേഹത്തിന് കമാന്ന് മിണ്ടാനില്ല.